ഹായ്, ശരത്താണ്. ഇതിപ്പോൾ ജൂലൈ 1 തൊട്ടിട്ട് എല്ലാ കമ്പനികളുടെയും റിസൾട്ടിന്റെ അപ്ഡേറ്റുകൾ, Q1 റിസൾട്ടുകൾ കാര്യങ്ങളെല്ലാം വരാൻ തുടങ്ങാൻ പോവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബിസിനസ്സുകളെ ട്രാക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ സ്റ്റോക്കുകൾ, നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റോക്കുകളാണ് നോക്കാൻ താല്പര്യമുള്ളത്, സോ അത് ബേസിക് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സമയമില്ല, ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് 5-10 സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള, സോ ആ കമ്പനികളെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം, പ്രത്യേകിച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കമ്പനികൾ, അത് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഈ കമ്പനികളിൽ ഇപ്പോൾ NSE-ലോ BSE-ലോ കയറി നോക്കി കഴിഞ്ഞാൽ ഇവരൊക്കെ റിസൾട്ട് എന്താ വരുന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും. സോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഈ ഒരു കമ്പനികളുടെ റിസൾട്ട് ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം അതാത് ദിവസങ്ങളിൽ കൃത്യമായിട്ട് റിസൾട്ട് വരുന്ന ദിവസങ്ങളിൽ നേരിട്ട് വേറെ ഈ പറഞ്ഞ വെബ്സൈറ്റുകൾ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഈ പറഞ്ഞ BSE-ലോ NSE-ലോ ഒക്കെ അടക്കമായിട്ട് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ റിസൾട്ട് കാര്യങ്ങൾ കിട്ടും. ആ ഒരു റിസൾട്ട് കൃത്യമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ തന്നെ അതിനെ എടുത്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യുക. അതിന്റെ റവന്യൂ ഗ്രോത്തിന് നോക്കുക, പ്രോഫിറ്റ് ഗ്രോത്തിന് നോക്കുക, മാർജിൻസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നോക്കുക. അതിനുശേഷം മാനേജ്മെന്റ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരുടെ കമന്ററി കാര്യങ്ങളൊക്കെ നോക്കുക. അടുത്ത ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സമയം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, 1-2 ദിവസം കൊണ്ട് തന്നെ നമ്മൾ മേക്ക് ചെയ്യുന്ന നമുക്ക് ആ ഒരു മൊത്തത്തിൽ ആ ഒരു റിസൾട്ടിന്റെ മാനേജ്മെന്റ് കമന്ററി, അതേപോലെ തന്നെ ആ റിസൾട്ട് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയാണോ, അല്ലെങ്കിൽ അടുത്തൊരു വർഷത്തേക്ക് നമ്മൾ FY27 ആ കമ്പനി എങ്ങനെ പെർഫോം ചെയ്യും, അതിൽ നമ്മൾ Q1 എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് ഈ ഒരു പറയുന്ന സ്റ്റോക്ക് പെർഫോം ചെയ്തെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അതല്ല നിങ്ങളിപ്പോൾ കൃത്യമായിട്ട് അങ്ങനെ ഒരു കമ്പനികളെ ട്രാക്ക് ചെയ്യുന്നില്ല, ബിസിനസ് അനാലിസിസ് കാര്യങ്ങളൊന്നും ചെയ്ത ഒരുപാട് സ്റ്റോക്കുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ബിസിനസ് അനാലിസിസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 7 മാസമായിട്ട് നമ്മളോട് ചെയ്യുന്നുണ്ട്. സോ അതിനകത്ത് ഏതെങ്കിലും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, അല്ല ബിസിനസ് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ബിസിനസ്സുകൾ നോക്കിയിട്ട് ആ ബിസിനസ് അനാലിസിസും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അവരുടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ FY27 എക്സ്പെക്ട് ചെയ്യുന്നത്, സോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിനനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അതായത് ഒരു 1-2-3 സ്റ്റോക്കിനെ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഇത് ട്രാക്ക് ചെയ്യുന്ന ഒരു ശീലം, അല്ലെങ്കിൽ ഇത് നമ്മളതിനെ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് നമുക്ക് പ്രത്യേകിച്ച് ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഇത് നമുക്ക് മനസ്സിലായി തുടങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഞാനിവിടെ ഇപ്പോൾ ബിസിനസ് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ബിസിനസിനെ പറ്റിയുള്ള ധാരണ കിട്ടും. അതുപോലെ തന്നെ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ള കാര്യം അറിയാം. സോ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷെ ഇപ്പൊ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഇതിനനുസരിച്ച് പെർഫോം ചെയ്തോ എന്നുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കാൻ പറ്റും. സോ അത് നോക്കിയിട്ട് അത് മനസ്സിലായി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയ വേറെ ബിസിനസ്സുകൾ എടുത്തിട്ട് അവിടെ ഈ ബിസിനസ് അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങളാണ് അടുത്തൊരു വർഷത്തിൽ ഈ ഒരു ആ സ്റ്റോക്കുകളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ബിസിനസ്സുകളുടെ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം റിസൾട്ട് സ്വന്തമായിട്ട് നോക്കാൻ നോക്കുക. ഞാനിപ്പോൾ മിക്കവാറും നമ്മൾ ഇവിടെ ട്രാക്ക് ചെയ്യുന്ന കമ്പനികളുടെ ആണെങ്കിൽ റിസൾട്ട് വരുമ്പോഴത്തേന് തന്നെ പരമാവധി വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ആദ്യം കാണുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആ റിസൾട്ട് നിങ്ങൾ വേറെ ആളുകൾ അനലൈസ് ചെയ്ത് അതിന്റെ ഒരു അതെന്താണെന്ന് കേൾക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് അതൊന്ന് അനലൈസ് ചെയ്തതിന് ശേഷം, അതിനുശേഷം ഇപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോക്കിയപ്പോൾ മനസ്സിലായപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ എക്സ്ട്രാ ആയിട്ട് ഞാൻ പറയുന്നുണ്ടെന്നുള്ള കാര്യവും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് നോക്കിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഈ ഒരു Q1 റിസൾട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വർഷം മൊത്തം നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രാക്ക് ചെയ്താൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം സീരിയസ് ആയിട്ട് നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇപ്പൊ തന്നെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. പറഞ്ഞ 1-2-3-4 സ്റ്റോക്കുകളിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അതൊരു ശീലം പയ്യെ ആയിക്കോളും. നമുക്ക് ട്രാക്ക് ചെയ്ത് തുടങ്ങി, നമുക്ക് പ്രത്യേകിച്ച് ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ട്രാക്ക് ചെയ്ത് തുടങ്ങും. നമുക്ക് ആ ഒരു എന്താ പറയുക, നമുക്ക് ആ ചെയ്യുന്ന പ്രോസസ്സ് കുറച്ചുകൂടി ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പോസ്റ്റ്പോൺ ചെയ്യാതെ കൃത്യമായിട്ട് ഈ ഒരു റിസൾട്ട് സീസൺ തൊട്ട് തന്നെ പയ്യെ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.